നമസ്കാരം, KMCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഭരണഘടനയെയാണ് പൗരൻ ഏറ്റവും പ്രധാനമായി കാണേണ്ടതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ഭരണഘടനയ്ക്ക് മുന്നിൽ എല്ലാവരും തുല്യരെന്നും ദേവൻ രാമചന്ദ്രൻ. മുഹമ്മയിൽ വീടുകളിൽ തീപിടുത്തം. തീപിടിച്ചത് സഹോദരങ്ങളുടെ വീടുകൾക്ക്. ആളപായം ഇല്ല. തണ്ണീർമുക്കത്ത് 1.25 കിലോ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് മണ്ണഞ്ചേരി സ്വദേശികൾ. സംസ്ഥാന അവാർഡിന്റെ തിളക്കത്തിൽ ചേർത്തലയുടെ സ്വന്തം രാജീവ് ആലുങ്കൽ. രാജീവ് ആലുങ്കലിനെ തേടിയെത്തിയത് മികച്ച നാടക ഗാനരചയിതാവിനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്തിന്റെ പരമോന്നതമായ ഭരണഘടനയ്ക്ക് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ആലപ്പുഴയിൽ റോട്ടറി 3211 ഡിസ്ട്രിക്ട് കോൺഫറൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനയ്ക്ക് മുൻപിൽ എല്ലാവരും ഒരുപോലെയാണെന്നും മനുഷ്യാവകാശം സാർവത്രികമാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. 5 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന റോട്ടറി ഡിസ്ട്രിക്ട് കോൺഫറൻസിന്റെ ഉദ്ഘാടനം ആലപ്പുഴ റമദ ഹോട്ടലിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Every one of us make this nation. A nation is nothing but a citizen and nothing more. Buildings or iron or roads or building infrastructure on the nation defined. A nation is defined by the people who are its citizens. And that is why Dr. Sajan was saying that I spoke to the children about the need to be excellent. In fact, that is a constitutional imperative, and this is something which I say in almost all my speeches. All of us are talking about fundamental rights. Our rights in society. This is what we want. In fact, even though I take you brief through what happens in court also. Most of the times in a superior court like the High Court also or the Supreme Court, people come saying that my rights have been violated. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ടീന ആന്റണി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CS സാജൻ, സെബാസ്റ്റ്യൻ ജോൺ പേരയിൽ, ഡോക്ടർ GA ജോർജ്, ശ്രീനിവാസൻ രാധാകൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു. ഡിസ്ട്രിക്ട് കോൺഫറൻസ് ഞായറാഴ്ച സമാപിക്കും. മുഹമ്മയിൽ വീടുകൾക്ക് തീപിടിച്ചു. മുഹമ്മ മുക്കാൽവട്ടം ക്ഷേത്രത്തിന് സമീപം 2 വീടുകൾക്കാണ് തീപിടിച്ചത്. ആളപായം ഇല്ല. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് നികർത്തിൽ ലളിതാ സുഗുണന്റെ വീടിനാണ് തീപിടിച്ചത്. ലളിതാ സുഗുണൻ ഇളയ മകനായ അജിത്തിനും ഭാര്യ ദുർഗാദേവിക്കും മക്കളായ ആരുഷ് കൃഷ്ണ, അനുഗ്രഹ എന്നിവർക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. മൂത്തമകൻ സുജിത് തൊട്ടടുത്ത വീട്ടിൽ ഭാര്യ രേവതിക്കും മക്കളായ അമേയ, അക്ഷയ, അഭിനവ് എന്നിവർക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. ഈ 2 വീടുകൾക്കാണ് തീപിടിച്ചത്. തീപിടുത്തത്തിൽ 2 വീടും കത്തിച്ചാമ്പലായി. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് അയൽവാസികളും സഹോദരങ്ങളുമായ ഇവർ. ഫയർഫോഴ്സ്, പോലീസ് സേനാംഗങ്ങൾ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ചേർത്തലയിൽ നിന്നെത്തിയ 2 യൂണിറ്റ് ഫയർ എഞ്ചിനുകൾക്ക് വഴിയില്ലാത്തതിനാൽ വീടിനടുത്തേക്ക് എത്താനായില്ല. തീപിടുത്തത്തിന്റെ കാരണം അറിവായിട്ടില്ല. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ മോഹൻ, ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡംഗം രഞ്ജിനി ഉദയൻ തുടങ്ങിയ പൊതുപ്രവർത്തകരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. തണ്ണീർമുക്കത്ത് 1.25 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായി. മണ്ണഞ്ചേരി സ്വദേശികളാണ് എക്സൈസ് സംഘത്തിന്റെ വലയിലായത്. മണ്ണഞ്ചേരി തെക്കേത്തറമൂട് കളത്തിച്ചിറ വീട്ടിൽ ശ്രീഹരി, കൈതത്തിൽ നികർത്തിൽ വീട്ടിൽ ഷാരോൺ എന്നിവരാണ് കഞ്ചാവുമായി പിടിയിലായത്. ഇവർ സഞ്ചരിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തു. ശ്രീഹരി നിരവധി നാർക്കോട്ടിക് കേസുകളിൽ പ്രതിയാണ്. ആലപ്പുഴ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ A. സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. എക്സൈസ് ഇൻസ്പെക്ടർ CP ദിലീപ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ MC ബിനു, KR രാജീവ്, പ്രിവന്റീവ് ഓഫീസർമാരായ CP സാബു, P. അനിലാൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഭിലാഷ്, സാജൻ ജോസഫ്, MR റനീഷ്, ജോബിൻ, അരുൺ അശോക്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുലേഖ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. സംസ്ഥാന അവാർഡിന്റെ തിളക്കത്തിലാണ് ചേർത്തലയുടെ സ്വന്തം അനുഗ്രഹീത കലാകാരനായ രാജീവ് ആലുങ്കൽ. മുൻപ് തന്നെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുള്ള അദ്ദേഹത്തെ തേടി മികച്ച നാടക ഗാന രചയിതാവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരമാണ് ഇത്തവണ എത്തിയിരിക്കുന്നത്.
മൂന്നര പതിറ്റാണ്ടിലേക്ക് അടുക്കുന്ന സാർത്ഥകമായ ഗാനരചനാ സബരിക്ക് ഒരു പൊൻതൂവൽ കൂടി നേടിയിരിക്കുകയാണ് രാജീവ് ആലിങ്കൽ. വള്ളുവനാട് ബ്രഹ്മയുടെ പകലിൽ മറഞ്ഞിരുന്നൊരാൾ എന്ന നാടകത്തിലെ ഇരുളിൽ വെയിൽ കോലം തെളിയും കനൽക്കാലം എന്ന ഗാനത്തിനും പകലിലൊരാൾ പതിതരാഗമായി എന്ന ഗാനത്തിനുമാണ് രാജീവ് ആലിങ്കലിനെ തേടി പുതിയ അംഗീകാരം എത്തിയിരിക്കുന്നത്. അനിൽ മാളയും റെജി ഗോപിനാഥുമാണ് പാട്ടുകൾക്ക് ഈണം നൽകിയത്. ഹേമന്ത് കുമാറിന്റെ നാടകരചനയ്ക്ക് രാജേഷ് ഇർളത്തിന്റെ സംവിധാനവും. ഈ വർഷം ഏറ്റവും കൂടുതൽ വേദികൾ പിന്നിട്ട നാടകത്തിലെ പാട്ടുകൾക്ക് തന്നെ അംഗീകാരവും തേടിയെത്തി. ലോകമാകെ നെഞ്ചിലേറ്റിയ സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്ന ഗാനത്തിന്റെ രചയിതാവ് കൂടിയാണ് രാജീവ് ആലിങ്കൽ. വെട്ടം, മല്ലു സിംഗ്, റോമൻ, സൗണ്ട് തോമ തുടങ്ങി ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളിലെ നമ്മൾ ഏറ്റുപാടിയ ഗാനങ്ങളുടെ എഴുത്തുകാരൻ കൂടിയാണ് ഈ ചേർത്തലക്കാരൻ. ഒരുപാട് സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ്. 3.5 പതിറ്റാണ്ടോടടുക്കുന്ന ഈ ഗാനരചനാ സഭയും ഇപ്പോൾ തേടിയെത്തിയ ഈ പുരസ്കാരം ഇത്രയും കാലം നിലനിൽക്കാനായി എന്നുള്ളതിന്റെ അടയാളപ്പെടൽ കൂടിയാണ്. 93-ൽ 19 വയസ്സ് തികയുന്നതിന് മുമ്പ് തുടങ്ങിയതാണ് ഈ സബരിയ. നാടകത്തിന്റെ തട്ടകമാണ്. സിനിമയിൽ സജീവമായി വളരെ തിരക്കിലായിരുന്നപ്പോഴും നാടകം എന്ന് പറയുന്നത് വല്ലാത്ത ആത്മബന്ധത്തോടെ കൊണ്ടാടിയ ഒരു കാര്യമാണ്. അപ്പോൾ നാടകത്തിൽ പാട്ടെഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മബന്ധമുണ്ട്, ഒരു ആത്മനിർവൃതിയുണ്ട്. ആ നിർവൃതിക്ക് കാലം നൽകിയ പാരിതോഷികമാണ് ഈ പുരസ്കാരം എന്നാണ് എന്റെ വിശ്വാസം. ഇതുവരെ 300-ൽ ഏറെ നാടകങ്ങളിലായി 1000-ൽ പരം പാട്ടുകൾ. പാട്ടെഴുതിയ സിനിമകളുടെ എണ്ണമാകട്ടെ 135. പുറമെ 300-ലേറെ ഓഡിയോ കാസറ്റുകളിലായി വിശാലമായ പാട്ടുലോകവും. പാട്ടെഴുത്തിൽ 4 തലമുറകൾക്കൊപ്പം സഞ്ചരിച്ച ധന്യതയുടെ നിറവിലാണ് രാജീവ് ആലിങ്കലിന്റെ എഴുത്തു ജീവിതത്തിന്റെ ഒഴുക്ക്. നാടകത്തിലും സിനിമയിലും ആൽബങ്ങളിലുമായി 3 ദശകങ്ങൾ കൊണ്ട് പിറന്നത് 4000-ലേറെ പാട്ടുകളാണ്. കനത്ത ചൂടിനെ തുടർന്ന് വൈക്കത്ത് പശു ചത്തു. 13 ലിറ്റർ പാൽ ലഭിച്ചിരുന്ന വെച്ചൂർ സ്വദേശിയായ മാർട്ടിന്റെ പശുവാണ് ചത്തത്. മൂക്കിൽ നിന്ന് നുരയും പതയും വന്ന് വയറിളകിയതിനെ തുടർന്ന് അവശനിലയിലായ പശു വിറച്ചു വീട് ചാവുകയായിരുന്നു. 80,000 രൂപയോളം വില വരുന്ന കറവ പശുവായിരുന്നു ഇത്. മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ വന്നുകണ്ട് സ്ഥിതിഗതികൾ ബോധ്യപ്പെട്ട ശേഷം പശുവിനെ വലിയ കുഴിയെടുത്ത് മറവു ചെയ്തു. കഴിഞ്ഞ മാസവും സമാന രീതിയിൽ പ്രസവം നടന്ന 28-ാം ദിനത്തിൽ 12 ലിറ്റർ പാൽ ലഭിച്ചിരുന്ന കറവ പശു ചത്തിരുന്നു. 30 വർഷമായി ക്ഷീരമേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തിവരുന്ന മാർട്ടിന് തുടർച്ചയായി കറവ പശു ചത്തത് കനത്ത പ്രഹരമായി മാറി. 17 പശുക്കളും ഒരു എരുമയും അടങ്ങുന്ന മാർട്ടിന്റെ പശുവാമിൽ 12 കറവ പശുക്കളാണ് ഇനിയുള്ളത്. കാർഷിക രംഗത്തെ കേരള മോഡലായ കഞ്ഞിക്കുഴി കാണാൻ കടൽ കടന്നുള്ള സംഘവും. ബ്രിട്ടനിൽ നിന്നുള്ള ഗവേഷണ വിദ്യാർത്ഥികളാണ് കഞ്ഞിക്കുഴി മാതൃക പഠന വിധേയമാക്കുവാനായി എത്തിയത്. ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥികളായിരിക്കുന്നവർ ഇന്ത്യ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലേക്കും എത്തുകയായിരുന്നു. സുസ്ഥിര വികസനവും ദുരന്ത നിവാരണവും ഐച്ഛിക വിഷയമായി ഗവേഷണം നടത്തുന്നവരാണ് പഠനത്തിന്റെ ഭാഗമായി ഇന്ത്യ സന്ദർശിക്കാനായി എത്തിയത്. കഞ്ഞിക്കുഴിയിലെ കുടുംബശ്രീ നടത്തുന്ന സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളും കാർഷിക മേഖലയിലെ ഇടപെടലുകളും സംഘം കണ്ട് മനസ്സിലാക്കി. പഞ്ചായത്ത് ഓഫീസിലെത്തിയ 13-അംഗ ടീമിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പരമ്പരാഗത നെൽവിത്തിനമായ വിരുപ്പും മുണ്ടകനും നൽകിയാണ് വരവേറ്റത്. UK-യിലെ നോർത്തംബ്രിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് കഞ്ഞിക്കുഴി കാണാൻ വേണ്ടി എത്തിയത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റുമാണ് അവരുടെ ഐച്ഛിക വിഷയം. കഞ്ഞിക്കുഴിയിലെ സ്ത്രീ ശാക്തീകരണവും ഫിറ്റ്നസും ഒക്കെയാണ് അവർ പഠിക്കുവാൻ വേണ്ടി എത്തിയത്. ഒരുപാട് സംശയങ്ങൾ അവർ ചോദിച്ചു, അതെല്ലാം മറുപടി പറയാൻ കഴിഞ്ഞു. വളരെ ഹാപ്പി ആയിട്ടാണ് അവരെല്ലാം ഇവിടെ നിന്ന് പിരിയുന്നത്. കഞ്ഞിക്കുഴിയിലെ ജനകീയമായ ഇടപെടലിനെ സംബന്ധിച്ചും സ്ത്രീ ശാക്തീകരണത്തെ സംബന്ധിച്ചും ഒക്കെ വളരെ തൃപ്തികരമായിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും അവയുടെ പരിഹാര മാർഗങ്ങളും പഞ്ചായത്തിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ പറ്റിയും സംഘം ചർച്ച ചെയ്തു. വൈസ് പ്രസിഡന്റ് ലജിത തിലകൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ആർ അശ്വിൻ, ജി മുരളി, വിജിമോൾ, സെക്രട്ടറി TF സെബാസ്റ്റ്യൻ, CDS വൈസ് ചെയർപേഴ്സൺ മോളി ഭദ്രസേനൻ, പഞ്ചായത്ത് അംഗങ്ങളായ പി മുരളി, വി സോയ, MK സജി, പി അക്ബർ, സജിത ബൈജു, MD മുരളി തുടങ്ങിയവരും പങ്കെടുത്തു. വെക്കേഷൻ കാലത്ത് കുട്ടികൾക്ക് വേറിട്ട പരിശീലന കളരിയൊരുക്കി തുറവൂർ വിഭജിക. കളിയരങ്ങ് എന്ന പേരിലാണ് പരിശീലന പരിപാടി നടക്കുന്നത്. തുറവൂർ വിഭജിക ഹാളിൽ നടന്ന കളിയരങ്ങിന്റെ ഉദ്ഘാടനം കാതികൻ മുതുകുളം സോമനാഥാണ് നിർവഹിച്ചത്. നമ്മൾ 17-ാം തീയതി തുടങ്ങി 26-ാം തീയതി പരിപാടി സമാപിക്കുകയാണ്. കഥകളിയുടെ നടനായിട്ടുള്ള 6 ദിവസവും തങ്ങളുടെ എത്തിക്കാമായിരുന്നു. അതുപോലെ തന്നെ ഡാൻസിൻ്റെ സ്ഥലമുള്ള കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാനായിട്ടുണ്ട്. വിവിധ മേഖലകളിലുള്ള കലാകാരന്മാർ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. കളിയിലൂടെയും ചിരിയിലൂടെയും കാര്യത്തിലൂടെയും നമ്മൾ നല്ല ഒരു പൊതു തലമുറയ്ക്ക് വേണ്ടി നല്ല ഒരു മാനവ ജന്മത്തിന് വേണ്ടിയുള്ള ശ്രമമാണ്
നാട്ടറിവ്, നാടകക്കളരി, വ്യക്തിത്വ വികസനം, പ്രകൃതി പഠനം തുടങ്ങിയ വിവിധ വിഷയങ്ങളിലാണ് കുട്ടികൾക്ക് കളിയരങ്ങിലൂടെ പരിശീലനം നൽകുന്നത്. വിഭജിക സെക്രട്ടറി വി വിജയനാഥ്, ആർട്ടിസ്റ്റ് PG ഗോപകുമാർ, എരമല്ലൂർ അമ്മിണിക്കുട്ടൻ, മണപ്പുറം സലീംകുമാർ, RLV സുനിൽ തുടങ്ങിയ പ്രതിഭകളാണ് കുട്ടികളെ കളിയരങ്ങിലൂടെ പരിശീലിപ്പിക്കുന്നത്. ടാക്സ് കൺസൾട്ടന്റ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർന്നു. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ നടന്ന സമ്മേളനം അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് AN ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ 18-20 പേരൊക്കെ കാണത്തുള്ളൂ. അത്രയും പേർക്കും അദ്ദേഹം കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കമഴ്ത്തി കൊടുത്തോടെ എല്ലാം കമഴ്ത്തി വെച്ചോളാം കമഴ്ത്തി. എന്നിട്ട് അതിനുശേഷം ആൻസർ പേപ്പർ അവിടെ കൊണ്ട് വെച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്ര എടുത്തോളാം, ഒരു 3-4 കപ്പറ്റ് എടുത്തോളൂ എന്നാണ്. അത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് തുടങ്ങാമല്ലോ, പരീക്ഷയിൽ തുടങ്ങിക്കോളാം. എല്ലാവരും തിരിച്ചു വെച്ചപ്പോൾ ഒരു വെറും പ്ലെയിൻ പേപ്പർ, അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ പേനാവുന്നൊരു കുത്തുണ്ട്, ഒരു കറുപ്പ് കുത്ത്. എല്ലാത്തിലും ഉണ്ട് ആ കറുപ്പ് കുത്തും, എല്ലാം കറുപ്പ് കുത്തും. എല്ലാവരും അങ്ങോട്ടോട്ട് നോക്കി എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ എഴുത്. അവർ എന്ത് ചെയ്യണം അറിയാൻ വേണ്ടി അവർ വിസ്തരിക്കുക. അതിൽ കാണുന്നത് നിങ്ങളെന്നെ എഴുതുക, നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ആൻസർ എഴുതാൻ. എല്ലാവരും ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് പുള്ളി നിർബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാൻ പറ്റും. അവസാനം നോക്കി എല്ലാവരും എഴുതി. 1.5 പേജ്, 2 പേജ്, അര പേജ് ഒക്കെ എഴുതി ആൾക്കാർ. എല്ലാവരും എഴുതി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് തുടങ്ങാം. എല്ലാം കൊണ്ട് വെച്ച് നോക്കിയപ്പോൾ എല്ലാവരും ഒരേ ആൻസർ എഴുതിയിരിക്കുന്നു. 2 പേജ് എഴുതിയതും 1.5 പേജ് എഴുതിയതും അര പേജ് എഴുതിയൊക്കെ ഒരേ ആൻസർ. കാര്യം ആ ഫുഡിനെ കുറിച്ച് മാത്രം. ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് ജില്ലാ പ്രസിഡന്റ് R രാജേഷ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി PK സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണവും നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി A ഷാനവാസ്, വൈസ് പ്രസിഡന്റ് PR രാജൻ, എക്സിക്യൂട്ടീവ് അംഗം V വേലായുധൻ നായർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കാട്ടിൽ സത്താർ, V ശാന്തിലാൽ, S പത്മകുമാർ തുടങ്ങിയവരും സംസാരിച്ചു. സുവർണം ചേർത്തലയുടെ നേതൃത്വത്തിൽ ഗുരുസ്മരണ 2026 എന്ന പേരിൽ ചിത്രരചനാ മത്സരവും ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു. ആർട്ടിസ്റ്റ് KK വാര്യരുടെ 4ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായാണ് ഗുരുസ്മരണ 2026 എന്ന പേരിൽ കുട്ടികൾക്കായുള്ള ചിത്രരചനാ മത്സരവും ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചത്. ചേർത്തല ടൗൺ സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ആർട്ടിസ്റ്റ് K അപ്പുക്കുട്ടൻ നായർ നിർവഹിച്ചു. ആർട്ടിസ്റ്റ് KK വാര്യർ സാറിന്റെ 4ാം ചരമവാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള ചിത്രരചനാ മത്സരവും ചിത്ര പ്രദർശനവും അനുസ്മരണമാണ് നടക്കുന്നത്. ഇന്നും നാളെയുമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ചിത്രരചനാ മത്സരം LKG, UKG, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ചിത്രപ്രദർശനമാണ്. ചിത്രപ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇനി നാളത്തെ പരിപാടിയിൽ ഉദ്ഘാടനം ശ്രീ P പ്രസാദ്, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. മുഖ്യപ്രഭാഷണം ശ്രീ അനന്തലാൽ, ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, സൈബർ ഡോം കൊച്ചി. ആശംസകൾ ശ്രീ ജാക്സൺ ആറാട്ടുകുളം, സീനിയർ ജേർണലിസ്റ്റ് ഫോറം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി. ശ്രീ സോബിൻ സോമൻ, ചേർത്തല മുനിസിപ്പൽ ചെയർമാൻ. ഡോക്ടർ ഷീല, ഹെഡ് മിസ്സസ്, ചേർത്തല ടൗൺ LP സ്കൂൾ. ശ്രീ അജയ്കുമാർ, ബഹുമാനപ്പെട്ട മുൻ വൈസ് ചെയർമാൻ, ചേർത്തല മുനിസിപ്പാലിറ്റി. ശ്രീ ആർട്ടിസ്റ്റ് ഗോപകുമാർ, മാനേജിംഗ് ഡയറക്ടർ, ഗീത ആർട്സ്, ചേർത്തല. ശ്രീ വരദൻ, റിട്ടയർഡ് ഡ്രോയിങ് ടീച്ചർ. പിന്നീട് മുതിർന്ന ചിത്രകാരന്മാരെ ആദരിക്കലുണ്ട്. അതിനുശേഷം ഈ കുട്ടികളുടെ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാനദാനം, അത് ശ്രീമതി ശ്രീലത വാര്യർ. ആർട്ടിസ്റ്റ് M അശോകൻ, മാധവിക്കുട്ടി, KK വാര്യർ, സത്യൻ മണവേലി തുടങ്ങിയവരും സംസാരിച്ചു. കെൻ ബിസിനസ് എക്സലൻസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. ബിസിനസ് രംഗത്തെ മികവിനാണ് അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രതിസന്ധികൾക്ക് ഇടയിലും പ്രതിബന്ധങ്ങളെ അവസരങ്ങളാക്കി മാറ്റിക്കൊണ്ട് ബിസിനസ് രംഗത്ത് മികച്ച വിജയങ്ങൾ നേടിയ സംരംഭകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 3 പേർക്കാണ് അംഗീകാരങ്ങൾ നൽകുന്നത്. കേരളത്തിലെ മികച്ച നൂതന ആശയങ്ങളിലൂടെ ബിസിനസ് വളർച്ച കൈവരിച്ച ഫ്യൂസിലേജ് അഗ്രി ജെനിസിസ് എന്ന കമ്പനിയുടെ സ്ഥാപക ഡയറക്ടർമാരായ ദേവൻ ചന്ദ്രശേഖരൻ, ദേവിക ചന്ദ്രശേഖരൻ എന്നിവർക്കാണ് കേരളത്തിലെ മികച്ച ഇന്നവേറ്റീവ് ബിസിനസ് ഐഡിയ അടിസ്ഥാനമാക്കിയുള്ള അവാർഡ് ലഭിച്ചത്. ഇവർക്ക് നാഷണൽ സ്റ്റാർട്ടപ്പ് അവാർഡ്, ഫോബ്സ് ഇന്ത്യ അഗ്രി കാറ്റഗറി അവാർഡ് തുടങ്ങി വിവിധ അംഗീകാരങ്ങൾ നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട്. മികച്ച വനിതാ സംരംഭകയായി ആലപ്പുഴയിൽ ആരോഗ്യ സംരക്ഷണ രംഗത്ത്
രംഗത്ത് സുദീർഘമായ സേവനം നൽകി വരുന്ന ഡോക്ടർ എഡ്ന സെബാസ്റ്റ്യനാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ആലപ്പുഴയിലെ 200-ലധികം വ്യവസായ പ്രമുഖരെ സാക്ഷി നിർത്തി ഏപ്രിൽ 26-ന് ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. 25,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. വനിതാ ശാക്തീകരണത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഈ വർഷത്തെ മികച്ച സംരംഭകരെ അംഗീകാരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഭാരവാഹികളായ ബെന്നി നാഗപ്പറമ്പിൽ, സുബൈർ ഷംസ്, ഗീത അലക്സ്, നിതിൻ കെ രാജ്, ഡോക്ടർ വിനുകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ വർഷം 2 പരിപാടികളാണ് ഞങ്ങൾ നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് GST സെമിനാർ 2025 അവസാനം GSTയിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാറ്റം വ്യാപാരികൾക്കും സാധാരണ നികുതിദായകർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഒരുപാട് ഗുണവും ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് വ്യാപാരികളെ ബോധവൽക്കരിക്കാനുള്ള GST സെമിനാർ നടത്തി. അതിന് GST അസിസ്റ്റന്റ് കമ്മീഷനാണ് നേതൃത്വം കൊടുത്തത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 8-ാം തീയതി കേന്ദ്ര സംസ്ഥാന ബജറ്റുകളെ അധികരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ബഡ്ജറ്റ് സെമിനാർ ഞങ്ങൾക്കായി സംഘടിപ്പിച്ചു. അത് നടത്തിയത്, അതിന് നേതൃത്വം കൊടുത്തത് ബഹുമാന്യായ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ വിദഗ്ധ അംഗം ഡോക്ടർ രവി രാമൻ സാറായിരുന്നു. അത്തരത്തിൽ ബോധവൽക്കരണം, ക്ലാസുകളും ട്രെയിനിങ്ങും മോട്ടിവേഷനും ഒക്കെ കൊടുത്ത് സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. ചേർത്തല നഗരസഭ 11, 13 വാർഡുകളുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേർത്തല മുനിസിപ്പാലിറ്റി 11, 13 വാർഡുകളുടെയും ദി ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചേർത്തല ടൗൺ LP സ്കൂളിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ സാധാരണ തിമിര ശസ്ത്രക്രിയയ്ക്ക് തെരഞ്ഞെടുക്കുന്നവരെ ഹെൽത്ത് കാർഡിന്റെ സഹായത്താൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നതാണ്. കീഹോൾ ഓപ്പറേഷൻ വേദനാരഹിതവും വിശ്രമരഹിതവും ആയതിനാൽ ആശുപത്രി കിടക്കേണ്ടിയും വരുന്നില്ല എന്നതും പ്രത്യേകതയാണ്. കൌൺസിലർമാരായ ബീന അജി, ആർ ഗീതാകുമാരി, ഐ ഫൗണ്ടേഷൻ ഭാരവാഹികൾ, ഡോക്ടർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈക്കം തോട്ടകം കല്ലുപുരയ്ക്കൽ ശ്രീ കണ്ഠാകർണ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശവും ഉപദേവതാ പ്രതിഷ്ഠയും 10-ാം ഉദയ ആഘോഷവും നടന്നു. രാവിലെ 9-നും 10:30-നും മധ്യേ നടന്ന പ്രതിഷ്ഠാ കലശം പഞ്ചവാദ്യത്തിന്റെയും താളമേളങ്ങളുടെയും അകമ്പടിയോടെ പൂജാരികൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് ക്ഷേത്രതന്ത്രി ലാലൻ പൂത്തോട്ട്, ആഞ്ജനേയമഠം ശ്രീരാമ ആഞ്ജനേയ ക്ഷേത്രത്തിലെ മഠാധിപതിയായ രാമചന്ദ്രസ്വാമി, ക്ഷേത്ര മേൽശാന്തി മോഴിക്കോട് മഹേഷ്, ശാന്തി നേരകടവ് ദീപക് എന്നിവർ മുഖ്യ കാർമ്മികരായി ചടങ്ങ് നടന്നു. ഞങ്ങളുടെ മുതുമുത്തശ്ശന്മാരായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. അന്ന് കണ്ഠാകരണമൂർത്തിയും ഭദ്രകാളിയും ഗുരുനാഥനും അങ്ങനെയുള്ള ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഓരോരുത്തർ വന്നിങ്ങനെ 5 കുടുംബക്കാരുടെയാണ് ഈ ക്ഷേത്രം. ശരിക്കും അന്ന് 5 കുടുംബക്കാരായിട്ട്, എന്ന് വെച്ചാൽ കാരണന്മാർ 5 കുടുംബക്കാർ കൂടി വെച്ചതാണ്. ഇപ്പം അത് തുടർന്ന് ഇത്രയും വരെയൊക്കെ ആയി. ഇപ്പം ഇവിടെ പ്രധാന ദേവതകൾ എന്ന് പറയാനായിട്ട് കണ്ഠാകരണൻ, ഭദ്രകാളി, ഹനുമാൻ സ്വാമി, ഈ 3 പ്രധാന ദേവതകൾ. ബാക്കി ഉപദേവതകളെല്ലാവരും ഉണ്ട്. ക്ഷേത്ര പ്രസിഡന്റ് PP സുമേഷ് ചെമ്മനത്തുകര, വൈസ് പ്രസിഡന്റ് VM സജീവ്, സെക്രട്ടറി VM സുമേഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി PP ശ്രീലത, ട്രഷറർ UK സജീവ്, നാരായണൻ കാട്ടുമനച്ചിറ, M സോമൻ, VN മണിയപ്പൻ എന്നിവരും നേതൃത്വം നൽകി. മറ്റൊരു വാർത്തയിലേക്ക്. പെരുമ്പടവം കിഴക്കേപ്പറമ്പിൽ മോഹൻദാസിന്റെ ഉടമസ്ഥതയിലുള്ള KL 36 41 34 എന്ന വാഹനമാണ് കത്തിനശിച്ചത്. ബേക്കറി പലഹാരങ്ങൾ ഉണ്ടാക്കി വാഹനത്തിൽ കടകളിൽ കൊണ്ടുപോയി വിറ്റ് ജീവിതമാർഗം കണ്ടെത്തിയിരുന്ന മോഹൻദാസിന്റെ ജീവിതമാർഗമാണ് ഇതോടെ നഷ്ടമായത്. പലഹാരം ഉണ്ടാക്കുന്നതിനായി അരി പൊടിപ്പിച്ച് തിരികെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് പെരുവ ടർഫിനു മുൻവശം വെച്ച് വാഹനം അഗ്നിക്കിരയായത്. മോഹൻദാസിന്റെ മകനാണ് വാഹനം ഓടിച്ചിരുന്നത്. വാഹനത്തിൽ കറുത്ത നിറത്തിലുള്ള പുകയും ചെറിയ രീതിയിലുള്ള തീയും കണ്ട് വാഹനത്തിൽ നിന്ന് റോഡിലേക്ക് എടുത്തു ചാടുകയായിരുന്നു അദ്ദേഹം. കൈക്ക് ചെറിയ രീതിയിലുള്ള പൊള്ളൽ ഏറ്റിട്ടുണ്ട്. സംഭവം അറിഞ്ഞ ഉടനെ വെള്ളൂർ പോലീസും കടുത്തുരുത്തി ഫയർ യൂണിറ്റും സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ചേർത്തല നഗരസഭ 11-ാം വാർഡ് പതിയാവീട് പള്ളിപ്പുറത്ത് വീട്ടിൽ പരേതനായ രാഘവൻ നായരുടെ പത്നി രാധാ രാഘവൻ നായർ നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30-ന് ചേർത്തല മുനിസിപ്പൽ ഓഫീസിന് പിറകുവശമുള്ള വീട്ടുവളപ്പിൽ. അറിയിപ്പ്.
തുറവൂർ ചേർത്തല റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രോസ് നമ്പർ 23 TD റോഡ് ഗേറ്റ് ഏപ്രിൽ 28 രാവിലെ 8 മണി മുതൽ 30 വൈകിട്ട് 6 മണി വരെ ടാറിംഗ് പണികൾക്കായി അടച്ചിടും. വാഹനങ്ങൾ തൊട്ടടുത്തുള്ള ലെവൽ ക്രോസ് നമ്പറായ 22 നാലുകുളങ്ങര വഴി പോകണമെന്ന് റെയിൽവേ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തിന്റെ ഭരണഘടനയെയാണ് പൗരൻ ഏറ്റവും പ്രധാനമായി കാണേണ്ടതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ഭരണഘടനയ്ക്ക് മുന്നിൽ എല്ലാവരും തുല്യരെന്നും ദേവൻ രാമചന്ദ്രൻ. മുഹമ്മയിൽ വീടുകളിൽ തീപിടുത്തം. തീപിടിച്ചത് സഹോദരങ്ങളുടെ വീടുകൾക്ക്. ആളപായം ഇല്ല. തണ്ണീർമുക്കത്ത് 1.25 കിലോ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് മണ്ണഞ്ചേരി സ്വദേശികൾ. സംസ്ഥാന അവാർഡിന്റെ തിളക്കത്തിൽ ചേർത്തലയുടെ സ്വന്തം രാജീവ് വാലുങ്കൽ. രാജീവ് വാലുങ്കലിനെ തേടിയെത്തിയത് മികച്ച നാടക ഗാനരചയിതാവിനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.